ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിൽ കനത്ത മഴ. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലും നിരവധി വീടുകളിലും വെള്ളം കയറി. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള 47 വിമാന സർവീസുകൾ റദ്ദാക്കി. ശ്രീലങ്കയിൽ 159 പേർക്കാണ് ചുഴലിക്കാറ്റിൽ ജീവൻ നഷ്ടമായത്. കേരളത്തിൽ മഴ തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മനീഷ് മൂർത്തി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. ഒപ്പം അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ആദ്യം മനീഷ് മൂർത്തിയിലേക്ക് പോകുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഡിറ്റ്വ ചുഴലിക്കാറ്റ് കര തൊടും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതേസമയം തന്നെ തമിഴ്നാട്ടിൽ കനത്ത മഴയുണ്ടെന്നും പറയപ്പെടുകയാണ്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിൽ നിരവധി വീടുകളിലുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് തീരം ചുഴലിക്കാറ്റ് തൊടില്ല എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ അറിയിപ്പിന്റെ വിശദാംശങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ്. തമിഴ്നാട് തീരം തൊടില്ല, അതായത് ഇന്ന് പുലർച്ചെ തമിഴ്നാടിന്റെ വടക്കൻ തീരത്തെത്തും ഡിറ്റ്വ ചുഴലിക്കാറ്റ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാലും ആ ഒരു അലേർട്ടിൽ നേരത്തെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഒരു മാറ്റം വന്നിരിക്കുന്നു. തമിഴ്നാടിന്റെ തീരത്ത് നിന്നും 25 കിലോമീറ്റർ അകലെ വരെ മാത്രമേ കാറ്റ് എത്തുകയുള്ളൂ. അതിന്റെ മധ്യഭാഗം കടലിൽ തന്നെ തുടരുകയും ചെയ്യും. പിന്നീട് അത് ന്യൂനമർദ്ദമായി മാറുമെന്നുള്ളതാണ്. പക്ഷേ ഈ കാറ്റിന്റെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതായത് മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള തീരദേശ ജില്ലകളിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലെ ഏകദേശം ഭൂരിഭാഗം ജില്ലകളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിച്ചിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടണപ്പാക്കം ബീച്ചിലാണ്. ചെന്നൈയിലുള്ള പട്ടണപ്പാക്കം എന്ന് പറയുന്ന ബീച്ചിലാണ്. ഈ ബീച്ചിന്റെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അത്ര ശക്തമായ രീതിയിൽ തന്നെ കാറ്റടിക്കുന്നുണ്ട്. അത് വരും മണിക്കൂറുകളിൽ ആ കാറ്റിന്റെ വേഗം കൂടും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഭാഗത്തു നിന്നും നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ കാറ്റ് തീരം തൊടും എന്നുള്ള ഒരു ആശങ്ക നിലവിലില്ല. പക്ഷേ കാറ്റ് 25 കിലോമീറ്റർ അകലെ എത്തുമ്പോഴേക്കും വലിയ തോതിലുള്ള ശക്തമായ കാറ്റ് കരയിലേക്ക് അടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. 80 കിലോമീറ്റർ ആണ് കാറ്റിന്റെ വേഗം ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ശ്രീലങ്കയിലേക്ക് പോയാൽ നിലവിൽ 159 ശ്രീലങ്കയിലെ ഒരു മരണസംഖ്യ എന്ന് പറയുന്നത്. മാത്രമല്ല 191 പേരെ കാണാതായിട്ടുണ്ട് എന്നും ഔദ്യോഗികമായി തന്നെ ശ്രീലങ്കയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 20 ജില്ലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുമൊക്കെ അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. മാത്രമല്ല അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു നിലയുണ്ട്. അങ്ങനെ ശ്രീലങ്കയിൽ വലിയ തോതിലുള്ള ദുരന്തമാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് വിതച്ചത്. അത് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ. ആ രീതിയിൽ ശ്രീലങ്ക വലിയ ദുരിതത്തിലാണ്. ഇന്ത്യയുടെ നേവിയും അതുപോലെ തന്നെ NDRF ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളും അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രീലങ്കയെ ഏകദേശം തകർത്ത നിലയിലാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രഭാവം എന്ന ഒരു കാര്യമുണ്ടായത്. അത് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും പുതുച്ചേരിയും ഒക്കെ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നത്. എന്തായാലും ആ മുന്നൊരുക്കങ്ങൾ നിലവിലുണ്ട്. പക്ഷേ എന്തായാലും കാറ്റ് കര തൊടില്ല എന്നുള്ളൊരു സുപ്രധാനമായ ഒരു കാര്യം പറയുന്നത് നിലവിൽ, അതായത് ഇന്നലെ രാത്രി 2:30 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം കാരക്കലിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ് നിലവിൽ കാറ്റുള്ളത്. ചെന്നൈ തീരത്ത് നിന്ന് 250 കിലോമീറ്റർ ആണ് കാറ്റിന്റെ അകലമെന്ന് പറയുന്നത്, അതായത് സെന്റർ ഭാഗത്തിന്റെ അകലമെന്ന് പറയുന്നത്. നിലവിൽ 5 കിലോമീറ്റർ ആണ് കാറ്റിന്റെ വേഗമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. അത് ഇന്നലെ രാത്രി 2:30, അതായത് ഇന്ന് പുലർച്ചെ 2:30 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ രീതിയിലുള്ള ഒരു കാര്യം. തഞ്ചാവൂർ പോലുള്ള മേഖലകൾ, നാഗപട്ടണം, കടലൂർ പോലുള്ള മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. അവിടെയൊക്കെ നാഗപട്ടണത്തൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന നിലയുണ്ട്. അവിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാ ഇടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ, ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരുന്നുണ്ട്. മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. ഇന്നിപ്പോൾ 2 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടാണ്. അതായത് ചെന്നൈ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. NDRFന്റെ 14 സംഘങ്ങൾ നിലവിൽ എല്ലാ ജില്ലകളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. SDRFന്റെ സംഘങ്ങൾ തീരദേശ മേഖലയിലെ ഭൂരിഭാഗം ഇടങ്ങളിലും SDRFന്റെ സംഘങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സേനാംഗങ്ങളും സജ്ജരാണ്. കാറ്റ് കര തൊടില്ല എന്നത് ആശ്വാസമാണ്. പക്ഷേ കാറ്റിന്റെ വേഗം 80 കിലോമീറ്ററോളം, അതായത് ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനായും ഈ രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും. അത്തരത്തിൽ കാറ്റ് വളരെ വേഗത്തിൽ അടിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പ്രവിത, ശരി. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി അലക്സ് റാം മുഹമ്മദിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നാണ് അലക്സ് ചേരുന്നത്. അലക്സ്, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ മഴ എത്രത്തോളം ലഭിക്കാൻ സാധ്യതയുണ്ട്?
പ്രവിത, ഗുഡ് മോർണിംഗ്. പ്രവിത, ഡിറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ ഈ കാറ്റിന്റെ സ്വാധീനം, അതിന്റെ പ്രഭാവം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിൽ രാത്രികാലങ്ങളിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പകൽ സമയങ്ങളിലും അടക്കം ഉണ്ടാകുന്ന തണുത്ത കാലാവസ്ഥ അത് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ട്. അത് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലം അത്തരത്തിൽ ആ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്നലെ വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരുന്നു, അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് അത്തരം പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ജില്ലാടിസ്ഥാനത്തിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. മലയോര മേഖലയിലായിരിക്കും മഴ ഒരുപക്ഷെ കൂടുതൽ ലഭിക്കാൻ സാധ്യത. ആ മഴ ലഭിക്കുമ്പോൾ തന്നെ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. തീരവുമായി ബന്ധപ്പെട്ടും ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം, കടലിൽ പോകാതിരിക്കാൻ, അതായത് മീൻപിടുത്തത്തിന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മണിക്കൂറിൽ, അതായത് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെയോ ചില സമയങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലോ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തണുത്ത കാലാവസ്ഥ തുടരാനുള്ള കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അന്തരീക്ഷം മേഘാവൃതമാണ്. അത് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൊണ്ടാണ് അന്തരീക്ഷം മേഘാവൃതമായി തുടരുന്നത്. സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കാത്തത് കൊണ്ടാണ് താപനില സാധാരണ ലഭിക്കുന്നതിനേക്കാൾ താഴ്ന്ന നിലയിൽ താപനില പലയിടങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ അത് 15 ഡിഗ്രി സെൽഷ്യസും 16 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റിടങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും 20, 22, 23 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രാവിലെയൊക്കെ രേഖപ്പെടുത്തുന്നത്. അതങ്ങനെ തന്നെ ചിലപ്പോൾ പക്ഷേ ഇന്നും നാളെയും കൂടി ആ താപനില അങ്ങനെ തന്നെ രേഖപ്പെടുത്തുന്നത് തുടരുമെന്നാണ് അറിയുന്നത്. പ്രവിത, അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.